നമ്മൾ കൊറിയൻ ലാലേട്ടൻ അല്ലെങ്കിൽ ഡോൺലി എന്ന് വിളിക്കുന്ന മാ ഡോങ് സോക്കിന്റെ സിനിമകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതെന്താണെന്ന് അറിയില്ല, അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമാണ്. അതിപ്പോ ഫൈറ്റ് ആയാലും ഡോൺലി അണ്ണന്റെ ചിരി ആയാലും ഒരു രക്ഷയില്ല. പിന്നെ എടുത്ത് പറയണ്ടല്ലോ, അണ്ണന്റെ ഓരോ ഇടിയും ഓരോ കിൻഡലുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ സാധ്യതയുള്ള ഡോൺലി അണ്ണന്റെ 5 മസ്റ്റ് വാച്ച് മൂവീസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഒട്ടും സമയം കളയാതെ ദിസ് ഈസ് ബിഞ്ച് വാച്ചർ ആൻഡ് ലെറ്റ്സ് റോൾ ഇൻടു ദ വീഡിയോ. ആദ്യ സിനിമയാണ് ദ ഗാങ്സ്റ്റർ ദ കോപ്പ് ദ ഡെവിൾ. ഒട്ടുമിക്ക എല്ലാ ഡോൺലി ഫാൻസിന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ടോപ്പ് ആയിട്ടുണ്ടാവുന്ന ഒരു മൂവിയാണിത്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, കുറെ കൊലകൾ നടത്തുന്ന ഒരു സീരിയൽ കില്ലർ ഉണ്ട്. പുള്ളി ഒരു ദിവസം മർഡർ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ആ നാട്ടിലെ ഗാങ്സ്റ്റർ ആയ ഡോൺലി അണ്ണനെയാണ്. സീരിയൽ കില്ലറിന് അറിയത്തില്ലല്ലോ ഡോൺലി അണ്ണനെ അങ്ങനെ സിമ്പിൾ ആയിട്ട് കൊല്ലാൻ പറ്റില്ല എന്നുള്ള കാര്യം. പക്ഷെ ഈ കില്ലറിന്റെ കയ്യിൽ നിന്ന് ഡോൺലി അണ്ണൻ രക്ഷപ്പെടും. അതിൽ നിന്ന് ഡോൺലി അണ്ണൻ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസിഡന്റ് അണ്ണന്റെ ഗാങ്സ്റ്റർ ലൈഫിൽ ഒരു ചീത്ത പേരുണ്ടാക്കും. ഓൾറെഡി ഈ സീരിയൽ കില്ലറിനെ തപ്പി നടക്കുന്ന ഒരു പോലീസുകാരന്റെ കൂടെ കൂടി ഗാങ്സ്റ്റർ ആയ ഡോൺലി അണ്ണനും സീരിയൽ കില്ലറെ പിടിക്കാൻ ശ്രമിക്കുന്നതാണ് പ്ലോട്ട്. നിങ്ങൾ ഇന്നേ വരെ ഡോൺലി സിനിമാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയൊരു സിനിമയാണിത്. അറിയാതെ ഡോൺലി ഫാൻ ആയി പോകും. നല്ലപോലെ ആക്ഷനും ഉണ്ട്, മാസും ഉണ്ട്. പിന്നെ പോലീസ് ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുന്ന കിം മ്യൂയോളും അടിപൊളിയാണ് ഈ സിനിമയിൽ. രണ്ടാമത്തെ സിനിമയാണ് ദ ഔട്ട്ലോസ്. ഈ സിനിമയിൽ ഡോൺലി അണ്ണനെ പോലെ തന്നെ സിനിമയിലെ വില്ലൻ വേഷം അഭിനയിച്ചിരിക്കുന്ന യൂൻ കെ സാങ്ങിന്റെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. ഡോൺലി അണ്ണനെ കാണാൻ വന്നിട്ട് വില്ലന്റെ ഫാൻ ആകുന്ന ഒരു സിനിമയാണിത്. ദ ഔട്ട്ലോസ് അത്യാവശ്യം പോപ്പുലർ ആയ ഒരു സിനിമയാണ്. സിനിമയിൽ പോലീസ് ഇൻസ്പെക്ടറായ ഡോൺലി അണ്ണൻ കൊറിയൻ ഗാങ്സ് തമ്മിലുള്ള അടിയിടിയൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ച് പോകുമ്പോൾ അവിടേക്ക് ചൈനീസ് ആയ 3 ക്രിമിനൽസ് വരുന്നു. അവർ ഈ കൊറിയൻ ഗാങ്ങിലുള്ള ഒരാൾക്ക് കടം കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടിയാണ് വരുന്നത്. ഇവന്മാർ 3 പേരും ശരിക്കും പറഞ്ഞ പ്രാന്തന്മാരാണ്. എന്നിട്ട് കൊറിയയിലുള്ള ഗാങ്സ് ഒക്കെ ആയിട്ട് ഫൈറ്റ് ആകുന്നു, അവരുടെ ഗാങ്ങിനെ പിടിച്ചടക്കുന്നു. അങ്ങനെ പൂന്ത് വിളയാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 3 ക്രിമിനൽസിനെ പിടിക്കാനായി ഡോൺലി അണ്ണൻ വരുന്നതാണ് കഥ. വെറൈറ്റി സ്റ്റോറിയിലുള്ള ഒരു നല്ല ഗാങ്സ്റ്റർ കോപ്പ് മൂവിയാണിത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ അധികം ഫൈറ്റ് ഉള്ള നല്ലൊരു ആക്ഷൻ മൂവി കൂടിയാണ് ദ ഔട്ട്ലോസ്. തേർഡ് മൂവിയാണ് ദ ഔട്ട്ലോസിന്റെ സെക്കൻഡ് പാർട്ടായ ദ റൗണ്ട് അപ്പ്. ദ ഔട്ട്ലോസ് പോലെ തന്നെ ഡോൺലി അണ്ണൻ വിയറ്റ്നാമിൽ വെച്ച് മർഡർ ചെയ്യപ്പെട്ട ഒരു റിച്ച് ഫാമിലിയിലുള്ള ഒരു കൊറിയൻ ടീനേജറിന്റെ കേസ് സോൾവ് ചെയ്യാൻ വേണ്ടി വിയറ്റ്നാമിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ടൂറിസ്റ്റിനെ കൊന്ന് ക്യാഷ് ഉണ്ടാക്കുന്ന വില്ലനെ തപ്പി നടക്കുന്നതും ഈ വില്ലനെ പിടിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെയാണ് കഥ. ദ ഔട്ട്ലോസിനെക്കാളും കോമഡിക്ക് ഈ സിനിമയിൽ പ്രാധാന്യമുണ്ട്. ഈ ആക്ഷൻസിന്റെ ഇടയ്ക്ക് നമുക്ക് ചിരിക്കാൻ കുറെ അധികം കാര്യങ്ങൾ സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രഫിയാണ്. ഒരു അപ്പാർട്ട്മെന്റിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. സീനിന്റെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ സിനിമയിലും വില്ലൻ സീനാണ്. ഈ വില്ലന്റെ ഓരോ കാട്ടിക്കൂട്ടലുകളും പ്ലോട്ട് ട്വിസ്റ്റും ഒക്കെ കൂടിയിട്ട് നമ്മളെ ഇങ്ങനെ ഈ സിനിമ ഇങ്ങനെ പിടിച്ചിരുത്തും. അതുപോലത്തെ പ്ലോട്ട് ട്വിസ്റ്റ് ആണ് അവസാന ഭാഗത്ത് നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഔട്ട്ലോസ് കണ്ട് നിങ്ങൾക്ക് കൊതി തീർന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ദ റൗണ്ട് അപ്പ് കൂടി കണ്ടേക്ക്. ദ ഔട്ട്ലോസ് പോലെ തന്നെ അതേ വൈബിലുള്ള സിനിമയാണ് ദ റൗണ്ട് അപ്പ്. ഡോൺലിയുടെ 4ാമത്തെ സിനിമയായി ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന സിനിമ ശരിക്കും പറഞ്ഞ ഒരു ആക്ഷൻ മൂവി അല്ല, ഒരു ഫീൽ ഗുഡ് സ്പോർട്സ് സിനിമയാണ്. ചാമ്പ്യൻ എന്നാണ് സിനിമയുടെ പേര്. ചെറുപ്പത്തിൽ കൊറിയയിൽ നിന്നും ദത്തെടുക്കപ്പെട്ട് കൊണ്ടുപോയ ഡോൺലി വലുതാവുമ്പോൾ ആം റെസ്ലർ അല്ലെങ്കിൽ പഞ്ച് ഗുസ്തിക്കാരനാവുന്നു. ശേഷം പുള്ളി ആം റെസ്ലിംഗിലൊക്കെ പങ്കെടുക്കാൻ തിരിച്ച് കൊറിയയിലേക്ക് വരും. അങ്ങനെ തിരിച്ചു വരുമ്പോൾ തന്റെ അമ്മയെ തേടി പോകുന്നു. പക്ഷെ അമ്മയ്ക്ക് പകരം തന്റെ പെങ്ങളെയും പെങ്ങളുടെ കുട്ടികളെയുമാണ് ആ വീട്ടിൽ ഡോൺലി കണ്ടുമുട്ടുന്നത്. പിന്നെ അവരുടെ കൂടെ താമസിച്ച് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഡോൺലി പങ്കെടുക്കുന്നതാണ് സിനിമയുടെ പ്ലോട്ട്. നേരത്തെ പറഞ്ഞ സിനിമയിലെ പോലെ ഒന്നുമല്ല. ഈ സിനിമയിൽ ഡോൺലി എണ്ണൻ ഭയങ്കര ക്യൂട്ടാണ്. അതിലും സിനിമയിലെ പെങ്ങളുടെ മക്കളായ 2 പിള്ളേരുണ്ട്. അവരായിട്ടുള്ള പുള്ളിയുടെ സീൻസ് ഒക്കെ ഭയങ്കര സിങ്ക് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത്രയും വലിയൊരു മനുഷ്യൻ ആ കുഞ്ഞു പിള്ളേരുടെ കൂടെ കാണിച്ചു കൂട്ടുന്നത് കാണാൻ നല്ല രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. പിന്നെ ഡോൺലിയുടെ മാനേജറായി അഭിനയിക്കുന്ന ക്യാരക്ടറിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എടുത്ത് പറയേണ്ടതാണ്. സോ ഡോൺലിയുടെ ഇടിയും പുകയില്ലാത്ത ഒരു ഫീൽ ഗുഡ് മൂവി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാമ്പ്യൻ എടുത്ത് കണ്ടുനോക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂവിയാണ് ദ അൺസ്റ്റോപ്പബിൾ. തന്റെ ഭാര്യയെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്യുന്ന ഒരു ഗാങ്സ്റ്റർ തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ ഭാര്യയെ കണ്ടുപിടിക്കാൻ നോക്കുന്നതാണ് സിനിമയുടെ പ്ലോട്ട്. സിനിമ തുടങ്ങുമ്പോൾ പാവമായ ഡോൺലി അണ്ണനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ സിനിമ കുറച്ചങ്ങ് സീരിയസ് ആകുമ്പോൾ വേറെ ലെവലിലുള്ള ഡോൺലിനെ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആസ് യൂഷ്വൽ ഫൈറ്റ്സ് ഒക്കെ പൊളിയാണ്. എടുത്തു പറയേണ്ടത് ആ ക്യാരക്ടറിന്റെ ട്രാൻസിഷൻ തന്നെയാണ്. ഈ സിനിമയിലും വില്ലൻ ഒരു സൈക്കോ ആണ്. നേരത്തെ നമ്മൾ കണ്ട പോലെ ടെറർ ആയിട്ടുള്ള ഒരു സൈക്കോ അല്ല, ഇത് ഒരുമാതിരി കിളി പോയ സൈക്കോ ആണ്. ഇയാൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒരു പിടിയും കിട്ടൂല. എന്തൊക്കെയോ പുള്ളി കാണിക്കും. ഡോൺലി അണ്ണൻ ഫേസ് ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് വില്ലൻ ആയിട്ട് ദ അൺസ്റ്റോപ്പബിളിലെ വില്ലനെ നമുക്ക് നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. മേൽ പറഞ്ഞ 5 മൂവീസ് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട മൂവീസ് ആണ്. നിങ്ങൾ കണ്ട സിനിമ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ ഫേവറേറ്റ് ഡോൺലി മൂവി ഏതാണെന്നും കൂടെ കമന്റ് ചെയ്യണം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.